വ്യവസായ സൗഹൃദത്തിൽ അഥവാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടി എന്നറിഞ്ഞപ്പോൾ എന്തേ ചൊറിയന്മാർ വന്നില്ല എന്ന് ആലോചിക്കുകയായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ചൊറിയൻ വന്നു കഴിഞ്ഞു. മറ്റേ പണിക്കർ ചൊറിയൻ ഉണ്ടല്ലോ, പണിക്കർ ചൊറിയൻ ഇറങ്ങിയിട്ടുണ്ട്. പണിക്കർ ചൊറിയന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളൊന്ന് വായിക്കണം. കാര്യം കേരളത്തിന് എന്ത് നല്ലത് വന്നാലും അയ്യോ അതൊന്നും ഇല്ലേ, അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, അതെല്ലാം കള്ളമാണെന്ന് ഈ സംഘി മനോഭാവം ഉള്ളവരുണ്ട്. എല്ലാം ഉണ്ടാക്കിയത് യുവമാരുടെ അപ്പുപ്പൻ രാജാവാണ്, അല്ലാതെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഈ നാടിന്റെ മേന്മ അത്രയും ഞങ്ങളുടെ പഴയ വഴി നടക്കാൻ പോലും അവസരം കൊടുക്കാത്ത കുറെ നാറി രാജാക്കന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ, ആ തമ്പുരാക്കന്മാരുടെ കാലത്ത് വന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് മാറ്റം വരുന്നോ ഇതിലൊന്നിലും സംഘികൾക്ക് ഒരു റോളും ഇല്ല. ഇവിടെ യവന്മാരെ അടുപ്പിക്കാതെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ജനം ഈ ചാണകവെള്ളം തളിച്ച് പുറത്ത് നിർത്തിയിരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാട് മോശം, ബാക്കിയുള്ള ഇടങ്ങളെല്ലാം സൂപ്പറാണ്. എന്നാ നിനക്കൊക്കെ അങ്ങോട്ട് പൊയ്ക്കൂടെ? ഈ നാട്ടിൽ എന്തിനു കയറി കടിച്ചു തൂങ്ങി കിടക്കുന്ന? നാണവും മാനവും ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടാ എന്നായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ ഇവനോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഈ ചൊറി എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. വിദഗ്ധമായിട്ടുള്ള, അതായത് ഞങ്ങളുടെ ഈ ഒരു സവർണ ഭാഷയുണ്ട്, ഭാഷ കൊണ്ട് അതിൻ്റെ ഇടയിലൂടെ എന്ത് കൃത്രിമത്വം ഒളിപ്പിച്ച് വിടാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കഴിവായിട്ട് ഇവർ കരുതിയിരിക്കുന്നത്. കാര്യം സംഘികൾക്ക് അത് മതിയെന്നേ. ഇത്രയും പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരോട് സംസാരിക്കരുത്. എന്താണ് സംസാരിച്ചാലുള്ള കുഴപ്പം? യവനൊക്കെ ഈ തട്ടിയിറക്കി വിടുന്ന നുണകളെ കുറിച്ച് കൃത്യമായിട്ട് ഉത്തരമുണ്ടാകും. ആ ഉത്തരത്തിന് മറുപടി കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയും? അയ്യോ ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാന്ന് പറയും.